ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വള്ളിച്ചുണ്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. വള്ളിച്ചുണ്ട എന്ന് പറഞ്ഞാൽ സൈഡിലാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ആറിൻ്റെ സൈഡിൽ കാര്യം ആറ്റി നല്ല ഒഴുക്കാണ്. അപ്പോൾ നമ്മൾ ക്രോസ് കെട്ടാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മളിന്ന് സൈഡിൽ കൂടെയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ കെട്ടി ഞാൻ വെളുപ്പിനെ നോക്കിയതാണ് ചൂണ്ട നോക്കിയപ്പം വാളയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ കൂട് വെച്ചിട്ടുണ്ട്. കൂട് പൊക്കാൻ പോകുമെന്ന് നോക്കാൻ വരുമ്പോഴാണ് ഈ കയറ് കിടന്ന് ഇങ്ങനെ അനങ്ങുന്നത്. അപ്പോൾ വാള വെട്ടി എന്നുള്ളതാണ്. നമുക്കത് ഒന്ന് നോക്കാം. ഇവിടെയാണ് ഒരു വാളയുള്ളത്. ഇങ്ങനെയാണ്. ഒരു വാള ഇതാണ്. ചെറുതാണ്, വലിയ വലുതല്ല. കണ്ടോ? കാരണം ഈ വാള പിടിക്കുന്ന നമ്മൾ വട്ടവലയൊന്നും എടുത്തില്ല. ഇത് രാവിലെ വെട്ടിയതാണ്. ഇത് നമ്മൾ കയറൊന്നും എടുത്തില്ല. വാളയൊന്നും ഇല്ലാഞ്ഞ കാരണം കയറൊന്നും എടുത്തില്ല. നമുക്ക് ഈ വള്ളത്തിൻ്റെ കയറൊക്കെ തന്നെ കെട്ടിയിടാം. നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇത് നമ്മളിപ്പം കണ്ടതുകൊണ്ട് കിട്ടി, അല്ലെ ഇത് ഊരിപ്പോയേനെ. കാര്യം അയ്യോ, കൈ കടിച്ച്. ഇത്രയും വലിയ കയറായത് കാരണം ഇവിടെ നിൽക്കട്ടെ. ഇനിയും വളമെല്ലാം വെട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഒരെണ്ണം കൂടെ ഉണ്ട്. രണ്ട് ഒരു സൈസ് വാള. അല്ല, ഇത് ഇപ്പം വലുതാ. ഇപ്പം വെട്ടിയതാ. ഞാൻ വന്ന് രാവിലെ വെളുപ്പിനെ ചൂണ്ട നോക്കിയതാ. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്ത് ഇന്ന് വാളയൊന്നും വെട്ടിയില്ലല്ലോ എന്ന്. ഇത് കടവായിക്കാണ് ഓർത്തിരിക്കുന്നത്. ഇത് കടന്നാലും പോകത്തില്ലായിരുന്നു. കരുനായുടെ കൂട് അപ്പുറത്തുണ്ട്. ദൂരാൻ നമ്മളൊരു പുതിയ വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചൂണ്ടയുടെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ കയറും കൊണ്ട് കയറ്റുക. ഉണ്ടോ? അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഊരിയെടുക്കുക. ഇനി വല്ലതും ഉണ്ടോ? ഇനിയൊന്നുമില്ല. രണ്ടെണ്ണേ ഉള്ളൂ. വേറെ കൂട് പൊക്കാൻ പോവാം. നമ്മളീ വാളെ പിടിച്ചാണ്ട് നമ്മളെ മീനെടുക്കുന്ന ജ്യൂസ് കുട്ടി അക്കരെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിനെ ഇനി കെട്ടിയിടണമെങ്കിൽ വീട്ടിൽ പോകണം. ചരടൊന്നും നമ്മൾ കൊണ്ടുവന്നില്ല. എന്നിട്ട് പോയി കൂട് പൊക്കാം. അപ്പോൾ ജോസുട്ടി വന്ന് നിൽപ്പുണ്ട്. മീന് വേറെ ആരുടെയോ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോസുട്ടിക്ക് വാള കൊടുക്കാം. നമ്മുടെ ഈ വള്ളത്തിൻ്റെ കയറയിലാണ് ഇത് കെട്ടിയിട്ടിരിക്കുന്നത്. അത് കാരണം കരക്കോട്ടിറങ്ങിയിട്ട് കൊടുക്കാം. നമ്മളെ ഈ
കയറൊന്നും എടുക്കാതാ പോകുന്നത്, കൂട് വെക്കാൻ പോകുന്നതാ. രാവിലെ ഞാൻ നോക്കിയപ്പോ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് മീൻ കുറവാണല്ലോ. ഞാൻ കുറച്ചെടുത്ത് തൂളിക്ക് ഇലവില്ല, എല്ലാ മീനകത്തും തൂളി ഉൾപ്പെടെ അവർ തരത്തുള്ളൂ. നമ്മള് വാള പിടിക്കുകയും കച്ചവടം നടക്കും ഒരുപോലെ തന്നെ നടന്ന്. അത് ചാക്കിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. രാവിലെ നമ്മൾ കൂട് വെക്കാൻ വന്നു. ആ കൂട്ടത്തിൽ ചൂണ്ടയിൽ വാള വെട്ടിക്കിടന്ന് അതും എടുത്ത് ഉടനെ തന്നെ ജോസുട്ടിയും വന്നു. ജോസുട്ടിക്ക് അത് കൊടുത്ത്. അപ്പം നമുക്ക് ഇനിയും ഉടനെ തന്നെ നമുക്ക് കൂട് വെക്കാൻ പോവാം. നമ്മളിത് ഈ കാട്ടിലാണ് കൂട് വെച്ചിരിക്കുന്നത്. ഈ കടകലാണ് മൊത്തം. ഇതിനകത്തൂടെ നമ്മൾ ചെറിയൊരു കഴുക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം. രണ്ട് കൂട് നമുക്ക് ബുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. ആറ്റിയമ്പല്ലിയാണ് കണ്ടോ, ഇതിനകത്ത് ആറ്റിയമ്പല്ലിയാണ് കയറിയത്. ആ ബക്കറ്റിന് വെച്ച് നമ്മൾ കൂട് എടുത്തുകൊണ്ട് പോകുന്നില്ല, നമ്മൾ കൂട് ഇവിടെ തന്നെ വെക്കുക. ഇത് കണ്ടോ, നല്ല സൂപ്പർ ആറ്റിയമ്പല്ലി. ഒരു ചെറിയ തൂളിയ. ഈ കൂടൊന്ന് നോക്കാം. അടുപ്പിച്ചടുപ്പിച്ചാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ആറ്റിയമ്പല്ലി, ഒരു കല്ലടാമുട്ടിയുണ്ട്. ഇതെടുക്കാം. കൂട് വെക്കുമ്പോൾ എല്ലാ കൂട്ടിലും ഒരുപോലെ മീൻ കാണണമെന്നില്ല, കാണത്തില്ല. ഇവിടെ ഒരു കൂട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 3-4 ആരകനേ ഉള്ളൂ. ഉണ്ടോ? നമ്മൾ ഈ കാടിൻ്റെ ഇറമ്പി 2 കൂട് വെച്ചിട്ടുണ്ട്. നോക്കാം. ഇതിനകത്തെ സാധനം കണ്ടോ, കീടില്ല സാധനം. ഒരു മഞ്ഞക്കൂരിയാണ് ഇതിനകത്ത് വന്നത്. അതൊരു 1.5 മഞ്ഞക്കൂരി. അതായത് കൊമ്പ് അതിനകത്ത് ഉടക്കി കിടക്കുകയാണ്. നമ്മൾ ഈ വലക്കൂടായതും കൊണ്ട് എടുക്കണേ വലിയൊരു പാടാണ്. ഇങ്ങനെ വലയും കൂടെ താത്ത് കൊണ്ടുപോയിട്ട് കൊമ്പൊടിച്ചെടുക്കണം. കൊമ്പൊടിക്കാതെ രക്ഷയില്ല. അതിനെക്കാട്ടി വലിയ റിസ്ക്. പ്ലെയർ എടുക്കേണ്ടതായിരുന്നു. നമ്മൾ കൊമ്പൊടിച്ച് കൊമ്പ് കയറി കൊടുക്കുക. രണ്ട് കൊമ്പ് നമ്മൾ ഒടിച്ച്. ഇത് കണ്ടോ, സാധനം കണ്ടോ, സൂപ്പർ സാധനമാണ്. കണ്ടോ, സൂപ്പർ സാധനമായിരുന്നു.
അതിനകത്ത് കിട്ടിയത് അത് മാത്രമേ ഉള്ളൂ. ഈ കൂട് നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തൊരു കൂടുണ്ട്, അത് ഇടുക. ലാസ്റ്റ് കൂടാണ്. ഇതിനകത്ത് ഒരു മഞ്ഞക്കുരിയുടെ ചെറുതാണ്, 2-3 പരലുമുണ്ട്. മഞ്ഞക്കുരി ഇന്നലെ വന്നില്ല, അതും കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൂടുതൽ മഞ്ഞക്കുരി കിട്ടിയത്. മഞ്ഞക്കുരിയെ ഉദ്ദേശിച്ചാണ് നമ്മളിങ്ങനെ ഈ കാട്ടിനകത്ത് ഇങ്ങനെ വെച്ചത്. ജോസൂട്ടി നമ്മളെ പ്രതീക്ഷിച്ച് അക്കരെ നിൽക്കുകയാണ്. കല്ലടാമട്ടി കുഞ്ഞാണ്, വിട്ടേര്. വേറെ ഉണ്ടോ ചെറുത്? വരാ കുഞ്ഞാണോ? അതിനെയും വിട്ടേര്. ഈ കൂട് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് ജോസൂട്ടി നമ്മളെ അക്കരെ പ്രതീക്ഷിച്ച് നിൽക്കും. നമുക്ക് മീൻ കൊണ്ട് ജോസൂട്ടിക്ക് കൊടുക്കാം, കിട്ടിയ മീനെ. അപ്പോൾ നമ്മൾ കൂട് പൊക്കി ജോസൂട്ടിക്ക് കിട്ടിയ മീൻ കൊടുക്കാം. നമ്മളെ പ്രതീക്ഷിച്ച് അക്കരെ നിൽക്കുന്നത്. അങ്ങോട്ട് പോ. വീണ്ടും എവിടെയൊക്കെ കിടക്കുന്ന പോളയായി വരുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആറ് ശുദ്ധമായി, പോളയൊന്നും ഇല്ലാതാവും. നീ പോളയൊന്നും തിരിച്ചിങ്ങോട്ട് വരത്തില്ല. മീൻ കണ്ടോണം കണ്ടോ? ആറ്റിയമ്പല്ലിയാണ്. ആറ്റിയമ്പല്ലി, മഞ്ഞക്കൂരി ഒക്കെയാണ്. ഇത്ര മീനാണ് നമുക്കുള്ളത്. ഇന്ന് കൂട് പൊക്കിയിട്ട് കണ്ടോ? ആ മഞ്ഞക്കൂരിയൊക്കെ ഉണ്ടോ? അതിന്റെ പേരാ മഞ്ഞക്കൂരി. ഒരു 1.5 മഞ്ഞക്കൂരിയ. ജോസൂട്ടിക്ക് മീൻ കൊടുക്കുക. തുലാവെള്ളം വരുന്ന സമയത്ത് ഈ എന്തുമാത്രം എത്ര മീനാണ് ഉള്ളത്, ഇത് നമുക്ക് ജോസൂട്ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.